ഫ്രണ്ട്സ്, ഡെയിൻ ടെക്കേഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ OETയുടെ റൈറ്റിംഗ്, റീഡിംഗ്, ലിസണിംഗ് ഈ 3 മൊഡ്യൂൾസിനെ പറ്റിയും ഡിസ്കസ് ചെയ്തല്ലേ. അപ്പോൾ സ്പീക്കിംഗിന്റെ സെഷനിലേക്ക് കടക്കുന്നതിന് മുന്നേ ഐ ജസ്റ്റ് വാണ്ടഡ് ടു നോ വൺ തിങ്. ആർ യു വൺ ഓഫ് ദ കാൻഡിഡേറ്റ് who get nervous whenever you speak to a person or a stranger for the first time? സോ നിങ്ങൾ അങ്ങനെ നെർവസ് ആവുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് ആങ്ഷ്യസ് ആണ് ഒരു ഫസ്റ്റ് ടൈം ആയിട്ട് ഒരാളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യുമ്പോൾ നെർവസ് ആവുന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ നമ്മുടെ ആങ്സൈറ്റിനെയും നെർവസ്നെസ്സിനെയും കൺട്രോൾ ചെയ്യാമെന്ന് നോക്കണം. കാരണം നമ്മളുടെ ഈ സ്കോർ, അതായത് അല്ലെങ്കിൽ നമ്മളുടെ സ്പീക്കിങ്ങിൻ്റെ ഈ സ്കോറിനെ ഒത്തിരി നമ്മുടെ നെർവസ്നെസ് അല്ലെങ്കിൽ നമ്മുടെ ആങ്സൈറ്റി ആ ഒരു ഷോർട്ട് മൊമെൻറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ഒത്തിരി സ്കോറിനെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എങ്ങനെ നമ്മുടെ ഈ ആങ്സൈറ്റി അല്ലെങ്കിൽ നെർവസ്നെസ്സിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാമെന്ന് നോക്കാം അല്ലേ. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാവും ഒരു ഫിയർ, എങ്ങനെ ഒരാളുടെ അടുത്ത് പ്രസൻറ്റ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് ആ സമയത്ത് ഓർമ്മ വരുമോ, നമുക്ക് എന്തോ എഴുതി ഫലിപ്പിക്കാം അല്ലേ, പക്ഷേ പറയാൻ പാടാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ആങ്സൈറ്റി അല്ലെങ്കിൽ നമ്മുടെ ഈ നെർവസ്നെസ്സിനെ ഫസ്റ്റ് കൺട്രോൾ ചെയ്യുന്നതെന്ന്. എന്നിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം OETയുടെ സ്പീക്കിങ്ങിൽ എന്തെല്ലാമാണ് എസെൻഷ്യൽ തിങ്സ് നമ്മൾ ടേക്ക് കെയർ ചെയ്യേണ്ടതെന്നുള്ളത്. ഓക്കെ, ഇഫ് യു cannot get rid of your nervousness, there is something that you can do. Be realistic. So a little effort that can improve our score, right? So the interlocutor is the person who is just sitting in front of us to communicate. Just like he's a person who is like acting with us, but he's not the person who is going to score us. So നമ്മളെ കേൾക്കുന്ന ഒരാളുണ്ട്, അതായത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഇൻ്റർലൊക്കേറ്റർ അല്ലാതെ നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം റെക്കോർഡഡ് ആയിട്ട് കേൾക്കുന്ന ഓരോ മനുഷ്യനുണ്ട്. സോ അയാളാണ് നമ്മളുടെ ഈ പറയുന്ന കാര്യങ്ങൾ മാത്രം കേട്ടുകൊണ്ട് നമുക്ക് മാർക്ക് ഇടുന്നത്. സോ ആ മാർക്ക് നമ്മൾ ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ whenever the person hear us, the person who is grading us or marking us, whenever he hear us, he should feel that we are confident enough to communicate with this, communicate in English. So അങ്ങനെ തോന്നണമെങ്കിൽ നമ്മൾ ഒത്തിരി ഫംബിൾ ചെയ്താലോ അല്ലെങ്കിൽ ഒത്തിരി സ്റ്റട്ടർ ചെയ്താലോ ഒക്കെ അത് നമ്മുടെ മാർക്കിനെ ഒത്തിരി അഫക്റ്റഡ് ആവും. സോ അതെല്ലാം കുറയ്ക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ബി പ്രിപ്പയർഡ് ബിഫോർ യുവർ എക്സാം. അതായത് കുറേ ടോപ്പിക്സുകൾ, നമുക്ക് ഒത്തിരി ടോപ്പിക്സുകൾ സ്പീക്കിങ്ങിൻ്റെ അവൈലബിൾ ആണ്. ആ ടോപ്പിക്സുകളെല്ലാം വീണ്ടും 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 റിപ്പീറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അതേപോലെ കോമൺ ടോപ്പിക്സ് ലൈക്ക് ഡയബറ്റീസ് മെലിറ്റസ്, അല്ലെങ്കിൽ ഹെൽത്ത് എഡ്യൂക്കേഷൻ ഫോർ ഒബീസിറ്റി, അപ്പോൾ അല്ലെങ്കിൽ അങ്ങനത്തെ കോമൺ ടോപ്പിക്സ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ സ്നേക്ക് ബൈറ്റ്, അല്ലെങ്കിൽ ഇൻസുലിൻ ഇഞ്ചെക്ഷൻ, അല്ലെങ്കിൽ എ പേഴ്സൺ ഇസ് ഗോയിങ് ഫോർ സർജറി ഓർ കൺസൾട്ടിങ് അറ്റ് ദ ഹോസ്പിറ്റൽ, അല്ലെങ്കിൽ കൺസൾട്ടിങ് ടു എ പാരൻറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ റിപ്പീറ്റ് ആയിട്ട് നമ്മളതൊക്കെ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും ഇങ്ങനൊരു സിനാറിയോ വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ അതിനോട് റെസ്പോണ്ട് ചെയ്യും എന്നുള്ളൊരു ഐഡിയ കിട്ടും. ഓക്കെ, ഇതേപോലെ തന്നെ ഈ നെർവസ്നെസ് ക്യാൻ മേക്ക് അ പീപ്പിൾ ടു ഡു ഓർ സീ തിങ്സ് റോങ്. അതായത് നമ്മൾ എന്തെങ്കിലും നെർവസ് ആവുകയാണെങ്കിൽ ആ സമയത്ത് നമ്മൾ കുറേ മണ്ടത്തരങ്ങൾ നമ്മൾ പറഞ്ഞു കൂട്ടും, അല്ലെങ്കിൽ നമ്മൾ ചെയ്ത് കൂട്ടും. അതൊക്കെ നമ്മളെ ഒരു സ്ട്രേഞ്ച് രീതിയിൽ അവർ മിസ്ജഡ്ജ് ചെയ്യും. അതായത് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരാൾക്ക് അത് ചിലപ്പോൾ മനസ്സിലായെന്നിരിക്കില്ല, അല്ലെങ്കിൽ നമ്മൾ കംപ്ലീറ്റ്ലി ടോപ്പിക്കിൽ നിന്ന് ഡീവിയേറ്റഡ് ആയി പോവും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എല്ലാവർക്കും കോമൺ ആയിട്ടുള്ളൊരു ഇഷ്യൂ ആണ് സ്റ്റാർട്ടിങ് ട്രബിൾ എന്നുള്ളത്. നമ്മൾ ചിലപ്പോൾ എക്സാമിന് മുന്നേ ഭയങ്കരമായിട്ട് പ്രിപ്പയർ ചെയ്ത് പോയിട്ടുള്ള ഒരാളായിരിക്കും. ഓക്കെ, എന്ത് ടാസ്ക് വന്നാലും ഹാൻഡിൽ ചെയ്യാൻ റെഡി ആയിട്ട് പോകുന്ന ഒരാളായിരിക്കും. പക്ഷേ ആ എക്സാം ഹോളിലേക്ക് അല്ലെങ്കിൽ ആ എക്സാമിനറിൻ്റെ റൂമിലേക്ക് അല്ലെങ്കിൽ സ്പീക്കിംഗ് റൂമിലേക്ക് പോകുമ്പോഴേക്കും ഭയങ്കര ടെൻഷനായിരിക്കും. അയ്യോ, എന്ത് ടോപ്പിക് എനിക്ക് കിട്ടാൻ പോകുന്നത്, ഇതെനിക്കൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ആയിരിക്കും, അതല്ലെങ്കിൽ എനിക്കത് പറയാൻ കിട്ടുമോ, അല്ലെങ്കിൽ ആ ഒരാളെ ഫേസ് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു എക്സാമിൻ്റെ ഒരു ഫീൽ വരുമ്പോഴേക്കും നമ്മൾ ഭയങ്കര ഓവർ ടെൻസ്ഡ് ആയിരിക്കും. ആ സമയത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫേസ് ചെയ്യുന്നൊരു ഇഷ്യൂ ആണ് സ്റ്റാർട്ടിങ് ട്രബിൾ എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റാർട്ടിങ് ട്രബിളും നമ്മുടെ തുടക്കം കറക്റ്റ് ആയാൽ അവസാനവും കറക്റ്റ് ആവും. അപ്പോൾ നമ്മൾ തുടക്കം ശരിയാക്കണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ എപ്പോഴും ഒരു പ്ലാൻ വേണം എപ്പോഴും. അതായത് കുറച്ച് എഫോർട്ട് എടുക്കണമെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. എങ്ങനെ നമുക്ക് ഈ ഒരു എന്ത് സിനാരിയോ ആണെങ്കിലും നമ്മൾ എങ്ങനെ ഈ തുടക്കം പ്രസൻറ്റ് ചെയ്യും എന്നുള്ളത്. അതായത് നമ്മൾ ആദ്യമേ തന്നെ ടാസ്ക് വായിക്കുമ്പോഴും നോക്കണം എവിടെയാണ് ഈ സെറ്റിംഗ് എന്നുള്ളത് നോക്കണം. എമർജൻസി റൂമാണോ, അതോ ഒരു വാർഡാണോ, അല്ലെങ്കിൽ ഒരു കൺസൾട്ടിങ് റൂമാണോ, അല്ലെങ്കിൽ നമ്മൾ ഈ പേഴ്സണെ, അതായത് ഹൂ ഈസ് കമ്മിങ് ടു അസ്, ലൈക്ക്
പേഷ്യൻ്റ് അല്ലെങ്കിൽ അവരെ നമ്മൾ ആദ്യമായിട്ട് കാണുവാണോ, അതോ നമ്മൾക്ക് ഇവരെ നേരത്തെ അറിയാവുന്നതാണോ, അല്ലെങ്കിൽ ഒരു ഫോളോ അപ്പിന് വരുന്നതാണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ആ ടാസ്കിൽ നിന്നും മനസ്സിലാക്കണം. ഓക്കെ, എന്നിട്ട് നമ്മൾ ആ ടാസ്ക് വായിക്കുമ്പോൾ തന്നെ ഓക്കെ, ഞാൻ പഠിച്ചു വെച്ച ഒരു ടാസ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു ടോപ്പിക് ഉണ്ട്, ശരിയാ, എനിക്ക് ഈ പേഷ്യൻറ്റിനെ അറിയാവുന്ന ഒരാളാണ്, അപ്പോൾ ഞാൻ ഇങ്ങനെ എൻ്റെ ഇൻട്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ആ ഒരു സ്റ്റാർട്ടിങ് കിട്ടിക്കഴിഞ്ഞാൽ നല്ല സ്മൂത്ത് ആയിട്ട് അങ്ങ് പൊക്കോളും. അപ്പോൾ ആ സ്റ്റാർട്ടിങ് കിട്ടണമെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഒരു ഐഡിയ കിട്ടണം, നമ്മുടെ സെറ്റിംഗ് ഏതാണെന്നുള്ളൊരു ഐഡിയ കിട്ടണം. ഫസ്റ്റ് തന്നെ ഗോ ടു ദ സെറ്റിംഗ്. ടാസ്ക് കൈ കിട്ടുമ്പോൾ തന്നെ സെറ്റിംഗ് നോക്കുക, എവിടെയാണ് നമ്മൾ ഈ ഒരു കോൺവെർസേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു സിനാരിയോ ഹാപ്പൻ ആവുന്നത്. വാർഡിലാണോ, എമർജൻസി ഡിപ്പാർട്ട്മെൻ്റ് ആണോ, ഡോക്ടേഴ്സിൻ്റെ പേഴ്സണൽ കൺസൾട്ടേഷൻ റൂമിലാണോ, അല്ലെങ്കിൽ പേഷ്യൻ്റ് നമ്മളെ കാണാൻ വന്നതാണോ, അത് നമ്മൾ അങ്ങോട്ട് കാണാൻ ചെന്നതാണോ, ഇപ്പം നമ്മൾ ഹോം വിസിറ്റിനൊക്കെ പോണതാണോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഐഡൻറ്റിഫൈ ചെയ്യുക. ഓക്കെ, എന്നിട്ട് നമ്മുടെ ഇൻട്രൊഡക്ഷൻ എങ്ങനെ വേണം എന്നുള്ളത് ചിന്തിക്കുക. ഓക്കെ, ഒരു ഐഡിയ കിട്ടിയില്ലേ ഇപ്പോൾ? ഡോണ്ട് ഡൗട്ട് യുവർ എബിലിറ്റി, യു ക്യാൻ ഡു ഇറ്റ് അല്ലേ? അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒന്നുമില്ലെങ്കിലും നമുക്ക് ധൈര്യം ഇല്ലെങ്കിൽ നമ്മൾ ഈ ഒരു OET എന്ന് പറയുന്ന എക്സാം എഴുതാനായിട്ടും പുറത്തേക്ക് പോകാനും ട്രൈ ചെയ്യുമോ? ഒരിക്കലും ഇല്ല. അപ്പോൾ നമ്മുടെ എബിലിറ്റി നമ്മൾ ബൂസ്റ്റ് ചെയ്യുക, നമ്മുടെ കോൺഫിഡൻസ്, സെൽഫ് കോൺഫിഡൻസ് അല്ലെങ്കിൽ ഒരു സെൽഫ് അവെയർ ആയിരിക്കുക. എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളും ആദ്യം തന്നെ അവെയർ ആയിരിക്കുക. ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ എങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ളതിനെ പറ്റി ചിന്തിക്കുക. അപ്പോൾ നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുക, നമുക്ക് എങ്ങനെ ഒരു കാര്യം ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കണ്ടുപിടിക്കുക, ഞാനൊരു സ്റ്റാർട്ടിങ്, അതായത് ഈ ഒരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ എൻ്റെ സ്റ്റാർട്ടിങ് എങ്ങനെയായിരിക്കണം. ഇപ്പോൾ എനിക്ക് ഒരു പരിചയമില്ലാത്ത പേഷ്യൻ്റ് ആണെങ്കിൽ ഞാനിപ്പോൾ എൻ്റെ പേഷ്യൻ്റ് ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് വരുവാണ്, ഒരു പേഷ്യൻ്റ് ഒരു അഡ്മിഷനായിട്ട് വരുവാണ്, അപ്പോൾ എനിക്ക് ആ പേഷ്യൻ്റ് ഒരു പരിചയമില്ല. സോ ഓക്കെ, ഹലോ, ഐ എം ആതിര, വൺ ഓഫ് ദ നഴ്സസ് വർക്കിംഗ് ഇൻ ദിസ് ഡിപ്പാർട്ട്മെന്റ്, ഹൗ മേ ഐ ഹെൽപ്പ് യു എന്ന് ചോദിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ആ പേഷ്യൻ്റ് അറിയാമെങ്കിൽ ഹലോ ജീൻ, ഹൗ ആർ യു ഡൂയിങ് ടുഡേ എന്ന് പറഞ്ഞ് ചോദിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നമുക്കൊരു പേഷ്യൻ്റ് ചോദിക്കാം, ഹലോ, ഐ എം ആതിര, വൺ ഓഫ് ദ നഴ്സസ് വർക്കിംഗ് ഇൻ ദിസ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് വാട്ട് ഹാസ് ബ്രോട്ട് യു അലോങ് ഹിയർ ടുഡേ എന്ന് പറഞ്ഞ് ചോദിക്കാം. ഓക്കെ, അതുപോലെ നമുക്ക് സിനാരിയോസിനനുസരിച്ച് നമുക്ക് നമ്മുടെ ടാസ്കുകൾ നമുക്ക് എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളതിനെ പറ്റി ഒരു ഐഡിയ ഉണ്ടാക്കിയെടുക്കാം. അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു സ്പീക്കിങ്ങിൽ. അതുപോലെ തന്നെ എക്സാമിൻ്റെ ആങ്സൈറ്റി എന്ന് പറയുന്നത് പെർഫെക്റ്റ്ലി നോർമലാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ആങ്സൈറ്റി ഉണ്ടാവും എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഒരിക്കലും എന്താ പറയുക ഇതിനോട് വിഡ്രോൺ ആയി നിൽക്കരുത്. നമ്മൾ വീണ്ടും 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 പ്രാക്ടീസ് ചെയ്യാതെ ഒരിക്കലും നമുക്ക് പാസ്സാകാൻ കഴിയില്ല. കാരണം നമുക്ക് ആ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ഫ്ലോ വേണം. ഓക്കെ, ഒരിക്കലും ടു സ്പീഡി ആവരുത്, അല്ലെങ്കിൽ ഒരിക്കലും ടു സ്ലോ ആവരുത്, ഇന്റർമീഡിയറ്റ് ആയിട്ട് നിന്നോളൂ. അതുപോലെ തന്നെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളുടെ കൂടെ ഇരിക്കുന്ന അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ചെയ്യുന്ന ഇന്റർലൊക്കേറ്ററിൽ പുള്ളിക്കാരനെ മനസ്സിലാവണം എന്നുള്ളത് നമ്മൾ എൻഷുർ ചെയ്യുക. അതായത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യം നമ്മുടെ പേഷ്യൻ്റായിട്ട് ആക്ട് ചെയ്യുന്ന ആൾക്ക് അല്ലെങ്കിൽ നമ്മളെ ഹിയർ ചെയ്യുന്ന ആൾക്ക് പുള്ളിക്ക് മനസ്സിലാവുന്നുണ്ട് എന്നുള്ളത് നമ്മൾ എപ്പോഴും എൻഷുർ ചെയ്യുക. സോ അതേപോലെ തന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ അത് ലൈക്ക് വി ക്യാൻ ആക്ട് ലൈക്ക് എ ഡ്രാമ ഓർ ലൈക്ക് എ റിയൽ സിനാരിയോ. ലൈക്ക് നമ്മളൊക്കെ എന്താ പറയുക, ഒരു പേഷ്യൻ്റ്, ഒരു ഡോക്ടറോ നേഴ്സോ ആയിക്കോട്ടെ, നമ്മളൊരു പേഷ്യൻറ്റിനെ ഹാൻഡിൽ ചെയ്യുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ പേഷ്യൻറ്റിന് കൊടുക്കും, നമ്മൾ അപ്പോഴും നമ്മൾ ചിന്തിക്കുന്നുണ്ടോ, മറ്റുള്ളവർ കേൾക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അതിനൊരു എക്സാം എന്നുള്ള രീതിയിലല്ല നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്. സോ വാട്ട് എവർ വി നോ ആൻഡ് പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ വാട്ട് എവർ വി നോ എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയാവുന്ന എല്ലാ കാര്യങ്ങളും അവിടെ വിളമ്പണ്ട. നമ്മുടെ ടോപ്പിക് ഉണ്ടല്ലോ, അതായത് നമ്മുടെ ആ ടാസ്കിലുള്ള ഓരോരോ കാര്യങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യുക. സോ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക ഏതാണ് സെറ്റിംഗ്. ഓക്കെ, ഇന്നതാണ് സെറ്റിംഗ്, ദ പേഷ്യന്റ് ഇസ് കമ്മിങ് ടു അസ് ഫോർ ദിസ് റീസൺ. സോ ആ റീസണെ ഹാൻഡിൽ ചെയ്യാൻ വാട്ട് ആർ തിങ്സ് വി ഹാവ് ടു ഡു. സോ നമ്മുടെ ആ ടോപ്പിക്സിലെ ഓരോ പോയിന്റ്സും ആൻഡ് വി നീഡ് ടു മേക്ക് ഷുവർ ദാറ്റ് വി ഹാവ് കവേർഡ് ഓൾ ദ ടോപ്പിക്സ് ഇൻ ദാറ്റ് സ്പീക്കിംഗ് സെഷൻ. ഓൾറൈറ്റ്, സോ ആ ബുള്ളറ്റിൻ പോയിന്റ്സിലെ എവറിത്തിങ് വി നീഡ് ടു കംപ്ലീറ്റ്. സോ ആ നമ്മുടെ സ്പീക്കിംഗ് ടൈം 3 to 5 മിനിറ്റിനുള്ളിൽ നമ്മൾ ആ കാണുന്ന പോയിന്റ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്തെന്നുള്ളത് നമ്മൾ എൻഷുർ ചെയ്യണം. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യണം എന്ത് കാര്യം ആദ്യം പറഞ്ഞുകൊണ്ട് തുടങ്ങണം. ഇപ്പോൾ നമുക്ക് ചോദിക്കാം, ഹലോ, യു ലുക്ക് സോ ആങ്ഷ്യസ് ടുഡേ, കുഡ് യു പ്ലീസ് ടെൽ മീ വാട്ട്സ് ബോദറിങ് യു എന്ന് ചോദിക്കാം. ഒരു പേഷ്യൻ്റ് ഇപ്പോൾ ആങ്ഷ്യസ് ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു പേഷ്യൻ്റ് സർജറിക്ക് പോകാൻ വേണ്ടിയിരിക്കുകയാണ്. സോ നമ്മൾ പേഷ്യൻ്റെ അടുത്ത് പറയുകയാണ്, നിങ്ങളുടെ സർജറിയുടെ കാര്യങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്, അപ്പോൾ പോവാം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി പോകണം. അപ്പോൾ നമുക്ക് പറയാം, ഹലോ, ഐ എം ആതിര, വൺ ഓഫ് ദ നഴ്സസ് ലുക്കിംഗ് ആഫ്റ്റർ യു ടുഡേ ആൻഡ്
ഇറ്റ് സീംസ് ലൈക്ക് യു ആർ വറീഡ്, കുഡ് യു പ്ലീസ് ടെൽ മീ വാട്ട്സ് റീസൺ ഇഫ് യു ഡോണ്ട് മൈൻഡ് എന്ന് പറഞ്ഞ് ചോദിക്കുക. അപ്പോൾ അവർ പറയും അവരുടെ റീസൺ എന്താ. നമ്മൾ ഇൻഡയറക്ട്ലി നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കുവാണ്. അപ്പോൾ അവർ പറയും അവർക്ക് സർജറിനെ പറ്റി ഭയങ്കര ആങ്ഷ്യസ് ആണ്, ഭയങ്കര ടെൻഷനാണ്, അങ്ങനെ ഇങ്ങനെ നോക്കാം. അപ്പോൾ നമുക്ക് ഇൻഡയറക്ട്ലി നമുക്കൊരു പേസ് കിട്ടുവാണ്, നമുക്കവിടെ സ്പേസിൽ നമുക്ക് പറയാൻ പറ്റും ഇന്നതൊക്കെയാണ് നിങ്ങളുടെ കാര്യങ്ങൾ, നിങ്ങൾക്ക് സർജറിയിൽ യു ഹാവ് ലൈക്ക് യു ആർ വിത്ത് ദ റൈറ്റ് ഹാൻഡ് വിത്ത് ദ റൈറ്റ് ഡോക്ടേഴ്സ് ആൻഡ് യു ഡോണ്ട് ഹാവ് ടു വറി അബൌട്ട് യുവർ സർജറി, സോ വി ക്യാൻ ഗിവ് യു എ ബെസ്റ്റ് കെയർ, അങ്ങനെയൊക്കെ പറഞ്ഞാൽ അവരെ റീഅഷ്യൂർ ചെയ്യുക, അവരുടെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ നമ്മൾ യൂഷ്വലി നമ്മളൊരു ഹോസ്പിറ്റൽ സെറ്റിങ്ങിൽ നമ്മളൊരു പേഷ്യൻറ്റിനെ കിട്ടുവാണെങ്കിൽ, അല്ലെങ്കിൽ പേഷ്യൻ്റ് എന്തെങ്കിലും ഒരു കൺസേൺ പറയുവാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അവരോട് റെസ്പോണ്ട് ചെയ്യുന്നത്, ആ സെയിം കാര്യം തന്നെ ഇവിടെ യൂസ് ചെയ്താൽ മതി. ആൻഡ് പ്ലീസ് അവോയ്ഡ് യൂസിങ് ഷുഡ്, മസ്റ്റ്. ലൈക്ക് നമ്മൾ പേഷ്യൻറ്റിനെ എന്താ പറയുക, ഒരു കാര്യം അവർ പറയുമ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ലിസൺ ചെയ്യുക ആൻഡ് ദെൻ റെസ്പോണ്ട് ടു ദം. അല്ലാതെ അവരെ എന്താ പറയുക ഇൻട്രപ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അവർ സംസാരിക്കുമ്പോൾ ഓവർ റൈഡ് ചെയ്യുകയോ ചെയ്യരുത്. നമ്മൾ അവർക്ക് പറയാനുള്ള സമയം കൊടുക്കുക. ചിലപ്പോൾ നമുക്ക് തോന്നും അയ്യോ എൻ്റെ 3 മിനിറ്റ് തീരാറായല്ലോ, ഈ എക്സാമിനർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ എന്ന് തോന്നും. ഇപ്പോൾ എന്നെപ്പോലുള്ള എക്സാമിനറൊക്കെ ആണെങ്കിൽ ഭയങ്കര വളവള സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോഴേക്കും നമ്മുടെ ടൈം ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. ആൻഡ് അറ്റ് ദാറ്റ് ടൈം നമുക്കിങ്ങനെ പറയാം, I really understand your concerns, but what are things I would like to suggest to you is എന്ന് പറഞ്ഞ് നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ട് അവരെ പോയിന്റിലേക്ക് കൊണ്ടുവരും. അവരൊരു വലിയ കാര്യം അവരൊരു കൺസേൺ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാവരുത് നമ്മളത് അവർ ഓവർ റൈഡ് ചെയ്യുന്നത്. ബട്ട് ജസ്റ്റ് ഇൻ കേസ് അവർ ഒത്തിരി സംസാരിച്ച് പോകണം, നമ്മുടെ ടൈം പോവുകയാണെങ്കിൽ ഐ വുഡ് ലൈക്ക് ടു ആഡ് അപ്പ് സം പോയിന്റ്സ് എന്നും പറഞ്ഞ് അവരുടെ അടുത്ത് പറയുക. ഓക്കെ, അത് വേറൊരു ടെക്നിക്കാണ്. ചില സമയത്ത് നമുക്ക് ആവശ്യം വരും എക്സാമിൻ്റെ സമയത്ത്. അവരെ എപ്പോഴും നമ്മൾ എന്താ പറയുന്നത്, അവർ പറയുന്ന കാര്യങ്ങൾ ലിസൺ ചെയ്യാനുള്ളൊരു മനസ്സ് കാണിക്കുക. അപ്പോൾ ഒബ്വിയസ്ലി അവരുടെ കൺസേൺ, അതായത് നമ്മുടെ എക്സാമിനറിൻ്റെ ടാസ്കിലും അവർ ചിലപ്പോൾ റിലക്റ്റൻ്റ് ആയിട്ട് ബിഹേവ് ചെയ്യുമായിരിക്കും. അത് അവരുടെ ടാസ്ക്കാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതെന്താ ഞാൻ ഇവരെ പറഞ്ഞ് സമ്മതിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ റിലക്റ്റൻസ് കാണിക്കുന്നതെന്ന് വിചാരിക്കും. അത് അവരുടെ ടാസ്ക്കാണ്. സോ വി ഡോണ്ട് ഹാവ് ടു വറി അബൌട്ട് അവർ ടാസ്ക്. നമ്മുടെ ടാസ്കുകൾ തീർക്കുക, അല്ലെങ്കിൽ അത് നമ്മുടെ ഈ എക്സാമിനർ പറയുന്ന കാര്യങ്ങളിലോട് നമ്മൾ സിങ്ക് ചെയ്ത് സംസാരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ എന്താ പറയുക എക്സാമിന് ടൈമിലുള്ള നമ്മുടെ ഏറ്റവും വലിയ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ റീഅഷ്വറൻസ് അല്ലെങ്കിൽ പെർസ്വേഡ് ചെയ്യുക, അല്ലെങ്കിൽ അവരെ നമ്മൾ എന്താ പറയുക അവർക്ക് കുറച്ച് അഡ്വൈസ് കൊടുക്കുക, ഇതെല്ലാം നമ്മളുടെ ടാസ്കുകളിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. പോസിറ്റീവ് ലാംഗ്വേജിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി. അതുപോലെ തന്നെ നമ്മൾ എക്സ്പ്ലെയിൻ പ്രൊസീജിയർ ഇൻ ഡീറ്റെയിൽ. നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണോ ചെയ്യാൻ പോകുന്നത് അത് പൊതുവേ നമ്മുടെ ടാസ്കിലുള്ള ഓരോ ബുള്ളറ്റിൻ പോയിന്റ്സ് നമ്മൾ ആഡ് ചെയ്ത് നമുക്ക് പറയാം. ഇത് നമുക്ക് ഇറ്റ് ക്യാൻ ബി ആസ്ക്ഡ് ആസ് എ ക്വസ്റ്റ്യൻ ടു ദ പേഴ്സൺ ഹൂസ് സിറ്റിംഗ് ഓപ്പോസിറ്റ് ടു അസ്. ലൈക്ക് ഇപ്പോൾ നമുക്കിപ്പോൾ പേഷ്യൻറ്റിന് ഡയബറ്റീസ് മെലിറ്റസ് ആണ്. അപ്പോൾ നമ്മളുടെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ടാസ്കിൽ പേഷ്യൻറ്റിന് കുറച്ച് ഹെൽത്ത് അഡ്വൈസ് കൊടുക്കുക, അല്ലെങ്കിൽ പേഷ്യൻ്റെ ഡയറ്റ് ഹാബിറ്റിനെ പറ്റി അറിയുക. അപ്പോൾ സോ ദാറ്റ് വി ക്യാൻ മേക്ക് ഇറ്റ് ആസ് എ ക്വസ്റ്റ്യൻ ടു ദം. ലൈക്ക് നമുക്കൊരു ക്വസ്റ്റ്യൻ ആയിട്ട് അവരുടെ അടുത്ത് ആസ്ക് ചെയ്യാം. ലൈക്ക് കുഡ് യു പ്ലീസ് ടെൽ മീ അബൌട്ട് യുവർ ഡയറ്റ് ഹാബിറ്റ്, ഓർ കുഡ് യു പ്ലീസ് ടെൽ മീ അബൌട്ട് യുവർ എക്സസൈസ്, ഓർ ഡു യു ഹാവ് എനി എക്സസൈസ് ഹാബിറ്റ്സ്. അല്ലെങ്കിൽ നമ്മൾ ചോദിക്കാം how do you spend your weekends, or how do you what kind of diet you prefer. അങ്ങനെയൊക്കെ നമുക്ക് അവരോട് ചോദിക്കാം. അല്ലെങ്കിൽ അവരുടെ അടുത്ത് ചോദിക്കാം അല്ലെങ്കിൽ നമുക്ക് അവരുടെ അടുത്ത് ചോദിക്കാം what kind of food you like to have, or do you eat too much sugary food items. അങ്ങനെ ചോദിക്കുക. എന്നിട്ട് നമുക്ക് നമ്മുടെ അടുത്ത ടാസ്കിൽ അവരുടെ അടുത്തൊരു ക്വസ്റ്റ്യൻ ആയിട്ട്, അതായത് നമ്മുടെ ടാസ്കുകൾ നമ്മളൊരു ക്വസ്റ്റ്യൻ ആയിട്ട് അവരോട് ചോദിച്ചാൽ ഒബ്വിയസ്ലി അവരുടെ ടാസ്കിൽ അതിൻ്റെ ആൻസർ ഉണ്ടെങ്കിൽ അവരത് റിപ്ലൈ ആയിട്ട് തരും. അപ്പോൾ നമ്മുടെ ടാസ്കുകൾ നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് സോർട്ട് ചെയ്ത് വരാം. സോ try to make it as a question and an answer. Like it's not an interview, but still നമ്മളൊരു എന്താ പറയുക നമ്മുടെ ടാസ്കുകൾ നമ്മൾ ഈസി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തീർക്കണമെങ്കിൽ what I prefer is like I make questions for each and every task. So I can ensure that I'll get answers for the same thing from the person sitting opposite to me. So അതിനനുസരിച്ച് നമുക്ക് നമ്മുടെ ടോപ്പിക്സുകളെ പെട്ടെന്ന് തീർക്കാൻ ശ്രമിക്കാം. അതിനുശേഷം നമ്മുടെ ടോപ്പിക്സുകളൊക്കെ ഓൾമോസ്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴേക്കും, അതായത് could you please tell me where it hurts, or could you please tell me what kind of pain, or how do you explain your pain. ഇപ്പോൾ പെയിൻ എന്നൊക്കെ പറയുകയാണെങ്കിൽ ഒബ്വിയസ്ലി നമുക്കൊരു കോമൺ ആണ് നമ്മൾ പറയുന്നത്. How do you like to rate your pain in a scale of 1 to 4? 1 is mild pain and the 4 is the worst pain you ever had. So അങ്ങനെ നമുക്ക് പറയാം അവരുടെ അടുത്ത്. അല്ലെങ്കിൽ mild, moderate, severe. How do you like to rate your pain in a scale of 4? എന്നും പറഞ്ഞ് ചോദിക്കാം. അല്ലെങ്കിൽ could you please touch and show me where your pain is? Like could you please tell me where it hurts? എന്ന് പറഞ്ഞ് ചോദിക്കാം. അല്ലെങ്കിൽ ഇതേപോലെ തന്നെ
Could you please tell me about your usual diet pattern, or do you get enough sleep at night, or could you please tell me about your wake up pattern, or could you please tell me about your lifestyle, or could you please tell me about that more. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പേഷ്യൻ്റ് പറയുകയാണ്, അല്ലെങ്കിൽ അവർക്കൊരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായി, അല്ലെങ്കിൽ അവർക്കൊരു ലൈക്ക് സമ്മൺ ഡൈ ഇൻ ദർ ഫാമിലി, നമുക്ക് പറയാം, നമുക്ക് നമ്മുടെ ആ ഒരു എന്താ പറയുക അവരോടുള്ള ആ ഒരു കൺസേൺ നമുക്ക് അറിയാം. ലൈക്ക് ഐ എം റിയലി സോറി ഫോർ യുവർ ലോസ്, ഐ നോ ഇറ്റ്സ് റിയലി പെയിൻഫുൾ, ഐ നോ ഇറ്റ്സ് റിയലി ഹാർഡ്, ആൻഡ് ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യുവർ ഫീലിങ്സ്. അങ്ങനെയുള്ള രീതിയിൽ നമ്മൾ അവരെ എന്താ പറയുക റീഅഷ്യൂർ ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ കൂടെ നമ്മൾ അവരുടെ കൺസേൺസ് മനസ്സിലാക്കുന്നുണ്ടെന്നുള്ള രീതിയിൽ നമ്മൾ റെസ്പോണ്ട് ചെയ്യാം. അതുപോലെ തന്നെ അവരുടെ അടുത്ത് നമുക്ക് ചോദിക്കാം, നമുക്ക് നമ്മുടെ ടാസ്കുകളെ പൊതുവേ നമുക്കൊരു ക്വസ്റ്റ്യൻ ആയിട്ട് കൺവേർട്ട് ചെയ്ത് ചോദിച്ചാൽ നമ്മുടെ ടാസ്കുകൾ പെട്ടെന്ന് നമുക്ക് തീരാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ അവർക്ക് കൂടെ തന്നെ നമുക്ക് ഹെൽത്ത് എഡ്യൂക്കേഷനും കൊടുക്കാം, അവരുടെ അടുത്ത് അവർക്ക് വേണ്ട കാര്യങ്ങൾ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, അവരോടുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ എപ്പോഴും നമ്മുടെ ടാസ്കുകൾ നമ്മുടെ ക്വസ്റ്റ്യൻ ആയിട്ട് അങ്ങോട്ട് ചോദിച്ചാൽ നമുക്ക് അതിൻ്റെ റെസ്പോൺസ് കിട്ടി നമുക്ക് ബാക്ക് ടു ബാക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് നമ്മുടെ ടാസ്കുകൾ നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റും. ആൻഡ് പ്ലീസ് മേക്ക് ഷുവർ ദാറ്റ് ദേ അണ്ടർസ്റ്റാൻഡ് വാട്ട് എവർ വി ആർ സെയിങ്. സോ നമുക്ക് അവരോട് ചോദിക്കാം, I hope you can follow, I hope you are following, or do you have any doubts, or can, must, should ഇതൊക്കെ അവോയ്ഡ് ചെയ്യണം കേട്ടോ, സോറി. സോ could you please tell me, would you mind, അല്ലെങ്കിൽ മേ ഐ, അങ്ങനത്തെ ടേംസ് ഒക്കെ യൂസ് ചെയ്യുക. ഓക്കെ, അതേപോലെ തന്നെ there are some ways to introduce some ideas and avoid using forceful statements. You should do this thing. അങ്ങനെ ഫോഴ്സ്ഫുള്ളി നമ്മൾ അവരുടെ അടുത്ത് പറയരുത്. സോ there are some ways to express or introduce some ideas. For example, I highly recommend that, അല്ലെങ്കിൽ it would be a great idea if you could do so and so things, അല്ലെങ്കിൽ my advice is to do this and hope you like it. അങ്ങനെ പറയാം. അല്ലെങ്കിൽ I strongly suggest you to cut down your smoking. അല്ലെങ്കിൽ it would be a good idea if you could follow a good diet regime. അല്ലെങ്കിൽ ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഐഡിയാസ് നമുക്ക് പേഷ്യൻസിൻ്റെ അടുത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, അതേപോലെ തന്നെ ഒരിക്കലും മറന്നു പോകരുത്, നമ്മളിപ്പോൾ ഒരു ഈവൻ ഇഫ് യു ഹാവ് ടൈം നമ്മൾ അവരുടെ അടുത്ത് നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊന്ന് സമ്മറൈസ് ചെയ്യുക. അതായത് അവർ നമ്മളോട് എന്താണോ പറഞ്ഞത് ആ കാര്യങ്ങളിൽ നമുക്ക് എന്താണോ മനസ്സിലായത് ആ കാര്യങ്ങൾ നമ്മളെല്ലാം കേട്ടിട്ട് ഇന്ന ഐഡിയാസ് ആണ് നമ്മൾ നിങ്ങൾക്ക് തന്നത് എന്നുള്ള രീതിയിൽ ഇതൊരു സമ്മറൈസ് ചെയ്ത് പറയുക. അല്ലെങ്കിൽ അപ്പോൾ ടു സമ്മറൈസ് നമുക്ക് ഇങ്ങനെ പറയാം, Okay, Miss Jean, let me just review what we have discussed today. Firstly, you told me that you were feeling a lot of pain in your right shoulder. So I couldn't see anything wrong myself. So I am referring you to the X-ray department and they will be able to tell you if there is a fracture. Once that's been done, they will send you right back to me and we can discuss further. Hope you understand so far. And do you have any questions to ask me? Or do you have any doubts regarding this? അതുപോലെ തന്നെ നമ്മൾ കോൺവെർസേഷൻ എൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും എങ്ങനെ ഈ കോൺവെർസേഷൻ ക്ലോസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഓൾറെഡി സമ്മറൈസ് ചെയ്തു, എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം, നമുക്ക് വേണമെങ്കിൽ കുറച്ച് ലീഫ്ലെറ്റ്സ് ഓഫർ ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പോൾ ഡയബറ്റിക് അല്ലെങ്കിൽ ഹെൽത്ത് വിസിറ്റിനോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഇൻസുലിൻ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഡയറ്റ് മാനേജ്മെൻറ്റിനൊക്കെ പറഞ്ഞ് വരുന്നവർക്കാണെങ്കിൽ നമുക്ക് കുറച്ച് ലീഫ്ലെറ്റ് എൻഷുർ ചെയ്യാം, കുറച്ച് ലീഫ്ലെറ്റ് പ്രൊവൈഡ് ചെയ്യാം. There are some leaflets for you to see or like to cross check, or if you have any doubts you can just go through these leaflets and you will be getting a lot of information about the things which we have discussed today. So hope this will be helpful for you. എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ലീഫ്ലെറ്റ് കൊടുക്കാം അവർക്ക്. അല്ലെങ്കിൽ പറയാം അവരുടെ അടുത്ത് ദിസ് ഇസ് ദ ഹെൽപ്പ് ലൈൻ നമ്പർ വിച്ച് യു ക്യാൻ കോൺടാക്ട് ആൻഡ് യു വിൽ ഗെറ്റ് ഫർദർ ഇൻഫർമേഷൻ, ഓർ ഇഫ് യു ഗെറ്റ് എനി കൺഫ്യൂഷൻ ജസ്റ്റ് കോൺടാക്ട് ടു ദിസ് നമ്പർ സോ ദേ വിൽ ബി ഏബിൾ ടു ഗൈഡ് യു ഫർദർ എന്ന് പറഞ്ഞ് നമ്പർ കൊടുക്കുക. അല്ലെങ്കിൽ പറയാം താങ്ക്സ് ഫോർ കമ്മിങ് ടു സീ മീ ആൻഡ് ഇഫ് യു ഹാവ് എനി ക്വസ്റ്റ്യൻസ് റിംഗ് ടു അവർ സെൻറ്റർ സോ ദ ഡിപ്പാർട്ട്മെന്റ് പീപ്പിൾ വിൽ ബി ഏബിൾ ടു ഹെൽപ്പ് യു ഫോർ ഫർദർ. സോ അങ്ങനെ പറഞ്ഞ് എൻഡ് ചെയ്യാം. അല്ലെങ്കിൽ ദാറ്റ്സ് ഓൾറൈറ്റ്. ഇഫ് യു ഹാവ് എനി ക്വസ്റ്റ്യൻസ് please call to the hospital or come back to me or I'll be able to help you if you have any questions. Or all the best for your future. Take care, bye bye എന്ന് പറഞ്ഞ് നമുക്ക് വേണമെങ്കിൽ കോൾ അല്ല നമുക്ക് ഇവരോടുള്ള ഡിസ്കഷൻ നമുക്ക് വേണമെങ്കിൽ എൻഡ് ചെയ്യാം.
ഓക്കെ. അതുപോലെ തന്നെ നമുക്ക് എന്തായാലും ഒരു 3 to 5 minutes നമ്മൾ സംസാരിക്കാം എന്നുള്ളത് എന്താ പറയണത്, അത് മാൻഡേറ്ററി നമ്മൾ സംസാരിക്കണം. സോ ആൻഡ് പറഞ്ഞ പോലെ തന്നെ ഞാനിപ്പോൾ പറയുമ്പോൾ സ്റ്റാമറിങ് ഒക്കെ ഉണ്ടാവും. എന്നാലും നമ്മൾ ഒരു എക്സാമിൻ്റെ സമയത്ത് സംസാരിക്കുമ്പോൾ നമ്മൾ സ്റ്റട്ടറിങ് അല്ലെങ്കിൽ ഫംബ്ലിംഗ് ഒക്കെ കുറയ്ക്കുക. അതുപോലെ തന്നെ ഒത്തിരി ഡെഡ് എയർ മെയിൻറ്റെയിൻ ചെയ്യാതിരിക്കുക. അതായത് നമ്മളിപ്പോൾ ഒരു എക്സാമിൻ്റെ അടുത്തൊരു കാര്യം ചെയ്തു, ചിലപ്പോൾ നമ്മൾ ടാസ്കിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമായിരിക്കും. ആ സമയത്തുള്ള ഡെഡ് എയർ മാക്സിമം ലൈക്ക് റെഡ്യൂസ് ചെയ്യുക. അതായത് നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ എക്സാമിന് സംസാരിക്കുമ്പോൾ അയാൾ പറയുന്ന കാര്യങ്ങൾ ലിസൺ ചെയ്യാൻ ശ്രമിക്കുക. കൂടെ തന്നെ നമ്മൾ നമ്മുടെ നെക്സ്റ്റ് ടാസ്കിനുള്ള ക്വസ്റ്റ്യൻ അവിടെ മേക്ക് ചെയ്യുക. ടോപ്പിക്സിനെ ഓരോ ക്വസ്റ്റൻ ആയിട്ട് കൺവേർട്ട് ചെയ്യുക, ജസ്റ്റ് ചോദിക്കുക. അതായത് ഒന്ന് കഴിയുമ്പോൾ അടുത്ത ചോദിക്കാൻ വേണ്ടി നമ്മളവിടെ പ്രിപ്പയർ ആവുകയും കൂടി ചെയ്യണം. ഓക്കെ. അപ്പോൾ അതേപോലെ ഓരോ ക്വസ്റ്റ്യൻ ബൈ ക്വസ്റ്റ്യൻ ആയിട്ട്, അതായത് ഓരോ കാര്യങ്ങൾ, ഡു യു ഗെറ്റ് ഇനഫ് സ്ലീപ്പ്, ആർ യു ഓക്കെ ടു ടേക്ക് ദിസ് മെഡിക്കേഷൻ, ഡു യു ഹാവ് എനി മെഡിക്കേഷൻ പ്രിഫറൻസസ് ലൈക്ക് ടാബ്ലറ്റ്സ്, ഓർ ഡു യു ഹാവ് എനി ഡിഫിക്കൽട്ടീസ് ടു സോൾവ്, അങ്ങനെയൊക്കെ ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അല്ലെങ്കിൽ ഡു യു പ്രിഫർ എനി സ്പെസിഫിക് ഡയറ്റ് പാറ്റേൺ, അല്ലെങ്കിൽ കുഡ് യു പ്ലീസ് ടെൽ മീ അബൌട്ട് യുവർ ലൈഫ് സ്റ്റൈൽ, do you exercise regularly, or അല്ലെങ്കിൽ നമുക്ക് പറയാം do you get enough sleep at night, could you please tell me where it hurts, or could you please touch and show me like where the pain is എന്ന് പറഞ്ഞു വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്ത് ചോദിക്കുക. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ഇട്ടതിന് ശേഷം നമ്മുടെ സജഷൻസ് പറയുക, അല്ലെങ്കിൽ അഡ്വൈസസ് കൊടുക്കുക. അതിനുശേഷം നമ്മൾ അവരുടെ അടുത്ത് സമ്മറൈസ് ചെയ്യുക. നമ്മൾ അവരുടെ കാര്യങ്ങൾ എന്താ പറയുക, ഇപ്പോൾ പേഷ്യൻറ്റ് ഭയങ്കര റിലക്റ്റൻ്റ് ആണെങ്കിൽ വി നീഡ് ടു ട്രൈ ടു കൺവിൻസ് ദം ലൈക്ക് ഇൻ എ പൊലൈറ്റ് വേ. സോ അവരുടെ അടുത്ത് നമ്മൾ എൻകറേജ് ചെയ്യുക ടു ടോക്ക്. അല്ലെങ്കിൽ ഇഫ് ദ പേഷ്യൻറ്റ് ഇസ് ആങ്ഷ്യസ്, അല്ലെങ്കിൽ ഹീ ഈസ് നോട്ട് ടെലിംഗ് ലൈക്ക് വാട്ട് ഹാപ്പൻ ടു ദം, വി ജസ്റ്റ് നീഡ് ടു എൻഷുർ ദം ലൈക്ക് you can trust me, you don't have to worry about anything, we are here to help you, we are at the right hands, and the doctors here are really experienced, and അങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് അവരുടെ അടുത്ത് കുറച്ച് റീഅഷുറൻസ് കൊടുക്കാം, അല്ലെങ്കിൽ അവരുടെ അടുത്ത് എൻകറേജ് ചെയ്യുക ടു സ്പീക്ക്. സോ നമുക്ക് ഒരു ആക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക. നമ്മൾ ഇവൻ ജസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ്സ് എ റിയൽ സിനാരിയോ ആൻഡ് ദ പേഴ്സൺ ഇൻ ഫ്രണ്ട് ഓഫ് us ഇസ് എ റിയൽ പേഷ്യൻറ്റ്. സോ എപ്പോഴും എക്സാമിന് പോകുമ്പോഴും നമുക്കൊരു ടെൻഷൻ ഉണ്ടാവും. സോ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന എക്സാമിനർ നമ്മളെ അസസ് ചെയ്യുമോ, അല്ലെങ്കിൽ നമ്മൾക്ക് അതിനകത്ത് മാർക്ക് പോവും. നമ്മളെപ്പോഴും കോൺഫിഡൻ്റ് ആയിട്ട് മാത്രം ലൈക്ക് അവിടെ പോവുക. പിന്നെ ഏറ്റവും ബെസ്റ്റ് അഡ്വൈസ് എന്ന് പറയുന്നത് എക്സാമിന് കയറുന്നതിന് മുന്നേ ഒരു 3-4 വട്ടമെങ്കിലും ഡീപ് ബ്രീത്ത് ചെയ്തിട്ട് സ്ലോലി റിലീസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ആങ്സൈറ്റീസിനെയും ബ്ലഡ് പ്രഷറിനെയും സിർക്കാഡിയൻ റിതമിനെയും മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഒത്തിരി എഫക്റ്റീവാണ്. സോ do deep breath and slowly releasing technique before you go for any exams like a face to face thing. So നമ്മളുടെ ആ ഫിയർ ആൻഡ് ആങ്സൈറ്റിനെ കുറേയൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ഏറ്റവും ബെസ്റ്റ് ആണ്. ആൻഡ് ഡ്രിങ്ക് എ മൗത്ത് ഫുൾ ഓഫ് വാട്ടർ, അതാണ് ഏറ്റവും വലിയ അഡ്വൈസ്. ഓക്കെ. അതുപോലെ നമ്മൾ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ ചെയ്യുക. ദ പേഴ്സൺ ഹൂ ഈസ് അസസിങ് അസ്, അതായത് നമ്മുടെ എക്സാമിനർ അല്ലാതെ നമ്മളുടെ ഈ ഓഡിയോ കേൾക്കുന്ന ആൾക്ക് എപ്പോഴും തോന്നണം വി ആർ കോൺഫിഡൻറ്റ് ഇനഫ് ആൻഡ് വി വിൽ ബി ഏബിൾ ടു കമ്മ്യൂണിക്കേറ്റ്. സോ നമ്മൾ എക്സാമിൻ്റെ സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു ടേം, ഇപ്പോൾ റൊസാഷെ എന്നുള്ള സംഭവം ഇത് എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ വി ക്യാൻ ആസ്ക് ദ എക്സാമിനർ ലൈക്ക് കുഡ് യു പ്ലീസ് ടെൽ മി ലൈക്ക് ഹൗ ക്യാൻ ഐ പ്രൊനൗൺസ് ദിസ് എന്നിപ്പോൾ നമുക്ക് അവരോട് ചോദിക്കാം. അതായത് എക്സാമിന് മുന്നേ ജസ്റ്റ് ലൈക്ക് ഇനീഷ്യൽ പ്രിപ്പറേഷൻ ടൈം ഇൻ ദ 3 minutes വി ക്യാൻ ആസ്ക് ദം ലൈക്ക്. സോ അവർക്കത് ചെയ്യുന്നതിന് അതിന് നമ്മുടെ മാർക്കൊന്നും പോകുന്നില്ല. പക്ഷെ നോട്ട് ഡ്യൂറിങ് ദ എക്സാം. ലൈക്ക് അത് എക്സാം നടന്ന ആ 5 minute ടോക്കിങ്ങിൻ്റെ ടൈമിൽ ചോദിക്കരുത്, നമ്മുടെ പ്രിപ്പറേഷൻ ടൈമിലാണ് ചോദിക്കുകയാണെങ്കിൽ ചോദിക്കാം. ഓക്കെ. ആൻഡ് സോ അങ്ങനെ നമുക്ക് 2 ടാസ്ക് ചെയ്യേണ്ടി വരും. സോ 2 ടാസ്ക് ഉണ്ടാകും. പിന്നെ അതിന് മുന്നേ ആയിട്ട് നമ്മളെ ഒന്ന് ഒരു ഈസി ചെയ്യാൻ വേണ്ടി അവർ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. നമ്മൾ എന്തുകൊണ്ടാണ് നഴ്സിംഗ് ചൂസ് ചെയ്തതെന്നോ, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ഈ പ്രൊഫഷനിലേക്ക് വന്നതെന്നോ, അല്ലെങ്കിൽ വെർ യു സ്റ്റഡീഡ് ഓർ വാട്ട് യു തിങ്ക് അബൌട്ട് ബെസ്റ്റ് തിങ് ഇൻ നഴ്സിംഗ്, അങ്ങനെ കുറച്ച് കോമൺ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. സോ അതൊന്നും ഇതിനകത്ത് ഇവാലുവേറ്റഡ് അല്ലാത്തതുകൊണ്ട് യു ഡോണ്ട് ഹാവ് ടു വറി അബൌട്ട് വാട്ട് എവർ യു ആർ സെയിങ്. ബട്ട് സ്റ്റിൽ ഇതെല്ലാം റെക്കോർഡ് ആയതുകൊണ്ട് തന്നെ maybe they will listen, or I'm not sure about that, but still only the thing which is marking is like our 2 tasks, like 2 speaking task ആണ് നമ്മുടെ മാർക്ക് ചെയ്യുന്നതും അത് ഇവാലുവേറ്റ് ചെയ്യുന്നതും. സോ നമ്മുടെ സ്ട്രെസ് മാക്സിമം കുറയ്ക്കുക. സിറ്റ് സ്ട്രേറ്റ് ആൻഡ് ഫേസ് ടു ദം ആൻഡ് ലിസൺ ടു ദം കെയർഫുള്ളി ആൻഡ് റെസ്പോൺസ് ടു ദർ ക്വസ്റ്റ്യൻസ്. സോ ഞാൻ ആദ്യം പറഞ്ഞു നമ്മൾ ചോദിക്കുന്ന ടാസ്കുകളെ ക്വസ്റ്റനൈസ് ചെയ്യണമെന്ന്. ക്വസ്റ്റനൈസ് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി അവർ പറയുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ അവർ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അതിന് റെസ്പോണ്ട് ചെയ്യാതെ അടുത്ത ക്വസ്റ്റ്യൻ അങ്ങോട്ട് ചോദിക്കരുത്. അവരെന്താണോ പറഞ്ഞത് അതിന് റെസ്പോണ്ട് ചെയ്യുക. ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് വി ആർ ലിസണിങ് ടു ദം ആൻഡ് വി അണ്ടർസ്റ്റാൻഡ് സോ ഫാർ. എന്നിട്ട് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാം. സോ ഇറ്റ് ജസ്റ്റ് ലൈക്ക് എ ബാക്ക് ആൻഡ് ഫോർത്ത് എന്നുള്ള രീതിയിൽ നമ്മളൊരു നല്ല ഒരു ആക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. ആൻഡ് ഓൾസോ പ്ലീസ് അവോയ്ഡ് ഡെഡ് എയർ, like a long pause or a long gap between the next questions or next talk. Okay. And if നമ്മളിപ്പോൾ ഒരു കാര്യം നമ്മളിപ്പോൾ ക്വസ്റ്റ്യനിലേക്ക് പോകുമായിരിക്കും എന്ത് ചോദിക്കണം എന്നുള്ളത്. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് yeah, I can understand your things. So let me ask you one question. അങ്ങനത്തെ ഉള്ള സൗണ്ട്സ്
പിന്നെ ആ ഒരു രീതിയിൽ എടുക്കരുത്. ഓക്കെ, സോ നമ്മൾ അതാ പറയുന്നത്. ഇപ്പൊ യൂഷ്വലി ഇപ്പൊ ഈ ഇംഗ്ലീഷിൽ ഇവിടുത്തെ ആൾക്കാരുടെ എങ്ങനെയാന്ന് വെച്ചാൽ ഓക്കെ, യാ ഐ അണ്ടർസ്റ്റാൻഡ്, ഓക്കെ ഓൾറൈറ്റ്, ആ ഒരു രീതിയിൽ നമ്മൾ എന്താ പറയുക, ഈ ഒരു സ്ലാങ്ങിൽ, അല്ലെങ്കിൽ സ്ലാങ് എന്നല്ല, ഈ ഒരു രീതിയിൽ, അതായത് ചുമ്മാ കുറച്ച് എന്താ പറയുക, ഇങ്ങനത്തെ കുറച്ച് എക്സ്പ്രഷൻസ് ഇട്ട് നമുക്ക് നമ്മുടെ ഡെഡ് എയർ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. ഓക്കെ, ഓൾറൈറ്റ്, ഐ അണ്ടർസ്റ്റാൻഡ്, ഓൾറൈറ്റ്, ഓക്കെ, ദാറ്റ്സ് വെരി ഗുഡ്, ദാറ്റ്സ് സൗണ്ട്സ് നൈസ്, അങ്ങനെയൊക്കെ പറഞ്ഞ് അവരുടെ അടുത്ത് കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് ആ സമയത്ത് നമുക്ക് ടാസ്കിലേക്ക് നോക്കാം. നമ്മളിപ്പോൾ ആ ടാസ്കിൽ നോക്കിയാൽ നമ്മൾ പെൻസിലും കൊണ്ട് എഴുതാനൊന്നും ആരും ലൈക്ക് അവിടെ നോട്ടീസ് ചെയ്യാൻ പോകുന്നില്ല. ഓക്കെ, പിന്നെ വേണമെങ്കിൽ നമുക്ക് ആ ടാസ്ക്, നമുക്ക് ആ 3 മിനിറ്റ് റീഡിംഗ് ടൈം തരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ പ്രയോറിറ്റൈസ് ചെയ്യാം. ഇന്ന കാര്യങ്ങൾ ഇന്ന അടുത്ത് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇന്ന ക്വസ്റ്റ്യൻ ചോദിക്കണം എന്നുള്ള രീതിയിൽ നമുക്ക് ആ പെൻസിലും കൊണ്ട് വേണമെങ്കിൽ പെട്ടെന്ന് നോട്ട് ചെയ്യാം അതിനകത്ത്. അതിനൊന്നും ഒരു കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ നല്ല കോൺഫിഡൻ്റ് ആയിട്ട് പോയി എക്സാം എഴുതുക. നല്ല എന്താ പറയുക, ആങ്സൈറ്റീസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് മാക്സിമം ഈ പറഞ്ഞ കണക്ക് ഡീപ് ബ്രീതിങ് ആൻഡ് സ്ലോലി റിലീസിങ് ടെക്നിക്ക് യൂസ് ചെയ്യുക. ലൈക്ക് വാട്ടർ നന്നായിട്ട് കുടിക്കുക. അതുപോലെ തന്നെ ലൈക്ക് ഡ്രൈ മൗത്ത് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, സോ വെള്ളം കുടിക്കുക നന്നായിട്ട്. അതേപോലെ തന്നെ സിറ്റ് സ്ട്രേറ്റ് ആൻഡ് ബി റിലാക്സ്ഡ്. സോ ജസ്റ്റ് മേക്ക് എ നൈസ് സ്മൈൽ വിത്ത് ദ എക്സാമിനർ ബിഫോർ ലൈക്ക് വെൻ യു സിറ്റ് ഫോർ ദ എക്സാം. ആൻഡ് എന്നിട്ട് നമ്മൾ എന്താ പറയുക, റിലാക്സ്ഡ് ആയിട്ട് മാത്രം, കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് റിലാക്സ്ഡ് ആയിട്ട് മാത്രം എന്താ പറയുക എക്സാം സ്റ്റാർട്ട് ചെയ്യുക. ആൻഡ് കൺട്രോൾ യുവർ ടോൺ ഓഫ് സ്പീച്ച് ഓർ യുവർ പ്രഷർ ഓഫ് സ്പീച്ച്, വാട്ട് എവർ ഇറ്റ് ഇസ്. സോ അതെല്ലാം കൺട്രോൾ ചെയ്യുക. അതുപോലെ തന്നെ understand the task, first understand the scenario where it is happening and with whom we are communicating. Is that to a child or to the parent or to a patient, or is the setting like house lano, is that a home visit, or patient is coming to an emergency department, is that a consultation, or we are going to visit a patient in the ward. So നമ്മൾ എവിടെ സെറ്റിംഗ് എന്ന് മനസ്സിലാക്കുക. ഓർ ഡു വി നോ ദ പേഴ്സൺ ബിഫോർ, ഓർ ആർ വി മീറ്റിംഗ് ദിസ് പേഴ്സൺ ഫോർ ദ ഫസ്റ്റ് ടൈം. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഫസ്റ്റ് ഐഡന്റിഫൈ ചെയ്യുക, എന്നിട്ട് മാത്രം കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ആൻഡ് ഓൾസോ നമ്മൾ കുറച്ച് ലിസ്റ്റ് ഉണ്ടാക്കുക. നമ്മൾ കുറച്ച് വർക്കൗട്ട് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. സോ ലിസ്റ്റ് ഉണ്ടാക്കുക. അതായത് സിനാരിയോസ് ലൈക്ക് ഇഫ് ഐ നോ ദ പേഷ്യൻറ്റ് ഓർ ഇഫ് ഐ ഡോണ്ട് നോ ദ പേഷ്യൻറ്റ്, അങ്ങനെയുള്ള രീതിയിൽ കുറച്ച് ലൈക്ക് എങ്ങനെ നമ്മൾ ഇൻട്രൊഡക്ഷൻ എങ്ങനെ വേണം എന്നുള്ളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ആൻഡ് ഈ ആങ്സൈറ്റി വരുമ്പോഴാണ് എപ്പോഴും എല്ലാവർക്കും ഡൗട്ട്, ഞാൻ ഈ പേഷ്യൻറ്റ് ഭയങ്കര ആങ്ഷ്യസ് ആണ്, എങ്ങനെ പേഷ്യൻ്റെ അടുത്ത് നിന്റെ ആങ്സൈറ്റിനെ പറ്റി ചോദിക്കും. നമുക്ക് പറയാം, ഹലോ, ഐ എം ആതിര, വൺ ഓഫ് ദ നഴ്സസ് ഇൻ ദിസ് ഡിപ്പാർട്ട്മെന്റ് ടുഡേ, and it seems like you are worried with something. May I know the reason, please? എന്ന് പറഞ്ഞ് ചോദിക്കാം. അല്ലെങ്കിൽ it seems like you are worried about something. Could you please tell me like what's bothering you? അങ്ങനെ ചോദിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആ പേഷ്യൻ്റെ അടുത്ത് ഇൻഡയറക്ട്ലി നമ്മൾ അവരോട് ഒരു ഇതിട്ട് കൊടുക്കുവാണ്, എന്താണ്, അതായത് ഒരു ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ ഇട്ട് കൊടുക്കുവാണ്, എന്താണ് നിങ്ങളുടെ പ്രോബ്ലം എന്നുള്ളത് പറയാൻ വേണ്ടി. rather than we are asking like an yes or no, നമ്മളൊരു ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ they can give us some hints or like a tale. അപ്പോൾ അതുപോലെ ഒന്ന് ചെക്ക് ചെയ്തോളാം. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഒരു കുറച്ച് ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോയിലൂടെ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കുക, എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ബാക്കി വീഡിയോസായിട്ടൊക്കെ വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.